കൈ നീട്ടി ചിന്തയുടെ കൊടുക്കാനാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ വർഷാവസാനത്തിന്റെ ഭാഗമായി രണ്ട് കാര്യങ്ങളാണ് ആഹ്ലാദകരമായിട്ട് ലോകമെമ്പാടും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷ പരിപാടിയാണ്. മറ്റൊന്നൊരു വർഷം അവസാനിച്ച് ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. പുതുവത്സര ആശംസകളും അതിന്റെ പരിപാടികളും സ്വാഭാവികമായിട്ടും നിർദോഷമായിട്ട് നടക്കുന്ന ഇത്തരം പരിപാടികളെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഉള്ളത്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ വർഗീയവൽക്കരിച്ച് ഗവൺമെന്റ് തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഈ ആഘോഷ പരിപാടികൾ ആ രീതിയിൽ നടത്തേണ്ടതില്ല, സാധാരണ നൽകുന്ന ലീവ് എത്രയോ വർഷക്കാലമായിട്ട് തുടരുന്ന ഒന്നാണ് ഡിസംബർ 25 ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള ലീവ്. ആ ലീവ് നൽകേണ്ടതില്ല എന്ന് ചില സംസ്ഥാന ഗവൺമെന്റുകൾ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, അന്നേ ദിവസം ക്രിസ്മസ് ആഘോഷത്തിന് പകരം ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ജന്മദിന ആശംസകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ചെയ്യണമെന്നും നിർബന്ധിക്കുന്ന അവസ്ഥയും വന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടന്നാക്രമണത്തിന് വിധേയമാകുന്ന വലിയ പ്രശ്നമായിട്ട് ഇത് മാറുകയാണ്. സത്യം പറഞ്ഞാൽ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നടത്തുന്ന ആഘോഷപൂർവമായ ഒരു പരിപാടിയാണ്. അതിനെപ്പോലും വർഗീയ കണ്ണുകൊണ്ട് നോക്കി കടന്നാക്രമണം നടത്തുന്ന സ്ഥിതിയാണ് ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ളത്. അതിൻ്റെ ചില പ്രതികരണങ്ങൾ കേരളത്തിൽ കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങളാകെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി നടത്തുന്ന ഇത്തരം ആഘോഷ പരിപാടികളിൽ പങ്കുചേരുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായിട്ട് വന്നുചേർന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രതീകാത്മകമായിട്ട് തന്നെയാണ്. ആ പ്രതീകാത്മകത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണെന്ന് ലോകം കാണുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ, അതിൻ്റെ ആശംസാ സന്ദേശങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ ഒക്കെ നടക്കുകയാണ്. അതിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പുതുവത്സരം 2025 അവസാനിച്ച് 2026 കടക്കുകയാണ്. പ്രതികൂലമായ ലോക സാഹചര്യമാണ്. ആ സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജനങ്ങളെ ആകെ ഒരു പുതിയ വർഷത്തിലേക്ക് നയിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ പുതുവത്സര ആശംസകളും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കൊപ്പം ചേർന്നും നമ്മളും ആ പരിപാടിയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതീകാത്മകമായ ഒരു കാഴ്ചപ്പാട്.